നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ സൂപ്പർ താരമായ ഏഞ്ചൽ ഡി മരിയ നേരത്തെ തന്നെ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. അർജന്റീനയോടൊപ്പം കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയിട്ടുള്ളത്. വരുന്ന മത്സരത്തിന് മുന്നേ ഇദ്ദേഹത്തെ ആദരിക്കാൻ ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അർജന്റീൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഡി മരിയ എന്നും അദ്ദേഹം അർഹിക്കുന്ന ഒരു ആദരവ് തങ്ങൾ നൽകുമെന്നും അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തൻ്റെ പുതിയ അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡി മരിയ സംസാരിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ ഫുട്ബോൾ അവസാനിപ്പിച്ചതിന് ശേഷം താൻ പരിശീലകനാകും എന്നുള്ള കാര്യം ഡി മരിയ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള കോച്ചിങ് കോഴ്സുകൾ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അർജന്റീൻ പരിശീലകനായ ലയണൽ സ്കലോണി പറഞ്ഞതുകൂടി ഇതിനോടൊപ്പം ചേർക്കേണ്ടതുണ്ട്. ഡി മരിയ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കോച്ചിങ് സ്റ്റാഫിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാൻ താൻ തയ്യാറാണ് എന്നായിരുന്നു സ്കലോണി പറഞ്ഞിരുന്നത്. ഇതിനോടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഡി മരിയ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പേഴ്സണലായിക്കൊണ്ട് സ്കലോണി എന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അഭിമുഖത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ ഞങ്ങൾ നേരിട്ട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫ് ഇപ്പോൾ വളരെയധികം പെർഫെക്റ്റാണ്. എല്ലാം സ്വന്തമായുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ചെയ്തു തന്നതിനെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയും കൃതാർത്ഥതയും ഉണ്ട്. ഇതാണ് ഏഞ്ചൽ ഡി മരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിച്ചതിന് ശേഷം കോച്ചിങ് കരിയറിലേക്ക് തിരിയാൻ തന്നെയാണ് ഡി മരിയ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പരിശീലകനായി കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് പരിശീലകനായിക്കൊണ്ട് ലിയാൻഡ്രോ പരേഡസിനെ താൻ ഒപ്പം ചേർക്കുമെന്നുള്ള കാര്യവും ഡി മരിയ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടെങ്കിലും ക്ലബ്ബ് കരിയർ ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ്. പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് നിലവിൽ ഡി മരിയ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.